Welcome to history classes. Wish a happy and a prosperous new year. Today I am going to teach you history of standard 8, chapter 8, women, caste and reform. The state of this lesson we have to describe about the state of girls in nowadays of today, or situation of girls in 200 years ago, then role of a reformer. All these we described in this lesson. So let's start our new lesson, women, caste and reform. Okay, the state of girls in India nowadays. You know that nowadays most girls from middle class families go to school, and they often study with the boys. On growing up, many of them go to colleges, universities and make up jobs after that. Middle class family ആണെങ്കിലും എല്ലാ കുട്ടികളും ഇപ്പോൾ സ്കൂളിൽ പോകുന്നു, പഠിക്കുന്നു, കോളേജുകളിൽ പോയി പഠിക്കുന്നു, അത് കഴിഞ്ഞ് ഏതെങ്കിലും ഒരു ജോലി തരപ്പെടാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു, അല്ലേ? They have to be adult and before they legally married, and according to law they can marry anyone they like from any caste and community, and widows can remarry too. Nowadays എന്തെല്ലാം ചേഞ്ചസ് ആ കമ്മ്യൂണിറ്റിയിലേക്ക് വരുന്നത്, അല്ലേ? പഠിക്കാൻ ഇഷ്ടമുള്ളവരെ വിവാഹം ചെയ്യുന്നു, പിന്നെ widows also can be remarried, and women like all men can vote and stand the election. അതുപോലെ നമ്മൾ കണ്ടല്ലോ പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ആർക്ക് പുരുഷന്മാരോടൊപ്പം ആർക്ക് സ്ത്രീകൾക്കും സംവരണമൊക്കെ ഉണ്ട്. അപ്പം ഇലക്ഷനിൽ കാൻഡിഡേറ്റായിട്ട് നിൽക്കാനുള്ള അവകാശം അവർക്കും സ്ത്രീകൾക്കും ഉണ്ട്. ദെൻ അതായിരുന്നു ഇപ്പോഴത്തെ കാലഘട്ടം. ദെൻ വാട്ട് ആർ ദ സിറ്റുവേഷൻസ് ഓഫ് എ ഗേൾസ് ഇൻ 200 years ago? 200 വർഷങ്ങൾക്ക് മുമ്പ് സ്ത്രീകളുടെ അവസ്ഥ എങ്ങനെയായിരുന്നു നോക്കാം. മോസ്റ്റ് ചിൽഡ്രൻ വെയർ മാരീഡ് ഓഫ് അറ്റ് ആൻ ഏർലി ഏജ്. ബോത്ത് ഹിന്ദുസ് ആൻഡ് മുസ്ലിംസ് മെൻ കുഡ് മാരി മോർ ദാൻ വൺ വൈഫ്. കണ്ടോ, ശൈശവ വിവാഹമായിരുന്നു കൂടുതൽ, അല്ലേ? നേരത്തെ വിവാഹം കഴിപ്പിക്കും. അതുപോലെ തന്നെ മെൻ കുഡ് മാരി മോർ ദാൻ വൺ വൈഫ് ഇൻ ദ മുസ്ലിം കമ്മ്യൂണിറ്റി ആൻഡ് ദ ഹിന്ദു കമ്മ്യൂണിറ്റി ഓൾസോ. Then, in some parts of the country, widows were praised if they chose death by burning themselves on the funeral pyres of their husbands. അതായത് in the early period, സതി സിസ്റ്റം വാസ് എക്സിസ്റ്റഡ് ഇൻ ദ സൊസൈറ്റി. അതായത് എന്താണ് സതി എന്ന് നിങ്ങൾക്കറിയാം. ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവിൻ്റെ ചിതയിൽ ചാടി മരിക്കുക എന്നുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. കണ്ടോ, ക്യാൻ യു സീ ദ പിക്ചർ ഓഫ് എ സതി ദറ്റ് ഈസ് പ്രാക്ടീസ്ഡ് ഓർ ദറ്റ് ഈസ് പെയിൻറ്റഡ് ഇൻ 1830. കണ്ടോ, സതി. അപ്പോൾ സതി അനുഷ്ഠിക്കുകയാണെങ്കിൽ ആ സ്ത്രീകളെ എല്ലാവരും ആദരിക്കുന്നു. വിമൻ ഹൂ ഡൈഡ് ഇൻ ദിസ് മാനർ വെദർ വില്ലിംഗ്ലി ഓർ അതർവൈസ് ആർ കോൾഡ് സതി, അല്ലേ? ഇപ്പം വില്ലിങ് അല്ലെങ്കിലും നല്ല ഇഷ്ടമല്ലെങ്കിലും ഇത് ചെയ്തിരിക്കണം, അതായിരുന്നു അന്നത്തെ കാസ്റ്റ്. ദെൻ വിമൻ റൈറ്റ്സ് ടു പ്രോപ്പർട്ടി വെർ ഓൾസോ റെസ്ട്രിക്റ്റഡ്. അന്ന് എന്തല്ല, പ്രോപ്പർട്ടിക്കുള്ള റൈറ്റ് സ്ത്രീകൾക്കില്ല, പക്ഷേ ഇന്ന് അതുണ്ട്. Besides, most women had virtually no access to education. In many parts of the country, people believed that if a woman was educated, she would become a widow. അതായത് സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം ചെയ്യാൻ സാധ്യമല്ലായിരുന്നു. അപ്പോൾ പണ്ട് ഒരു വിശ്വാസം ഉണ്ടായിരുന്നു, എന്താണ്, സ്ത്രീകൾ വിദ്യാഭ്യാസം ചെയ്താൽ അവൾ പെട്ടെന്ന് വിഡോ ആയി തീരുന്നു. Then what about the society of that time? In most regions, people were divided amongst lines of caste system. That society's caste system was existed. Like caste system നിലനിന്നു. എന്താ, society was divided into Brahmins, Kshatriya, Vaishyas and Shudras. Brahmins and Kshatriyas are considered themselves as a upper caste. നിങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്. So and then just traders and money lenders were called as a Vaishyas. Then peasants, artisans and weavers and potters referred as a Shudras. അപ്പോൾ ഓരോ കമ്മ്യൂണിറ്റിയിൽ ബ്രാഹ്മിൻസ് എന്താണ് അമ്പലത്തിലൊക്കെ പൂജ ചെയ്യുന്നു, ക്ഷത്രിയാസ് കിങ്സ് പ്രത്യേകിച്ച് ക്ഷത്രിയന്മാരാണ്. വൈശ്യാസ് എന്ന് പറഞ്ഞാൽ മണി ലെൻഡേഴ്സ് ആൻഡ് ട്രേഡേഴ്സ്. ദെൻ ശൂദ്രാസ് ആരൊക്കെയാണ്? വീവേഴ്സ്, പോട്ടേഴ്സ്, ആർട്ടിസൻസ് ആൻഡ് പെസൻസ് ഇൻക്ലൂഡഡ് ഇൻ ശൂദ്രാസ്. ദെൻ at the lowest where those who labored to keep cities and villages clean or work the jobs that the upper caste considered as polluting. അതായത് ഏറ്റവും കൂടുതൽ മീനിൽ ജോബ് ചെയ്യുന്ന പൊല്യൂട്ട് ചെയ്യുന്നവരായിരുന്നു ശൂദ്രാസ്. And upper caste also treated them as untouchables.
അപ്പോൾ അപ്പർ കാസ്റ്റിന് വേണ്ടി ജോലി ചെയ്യുന്നവരെ തൊടാൻ പാടില്ല. they were considered as untouchables. That is the system of society that earlier time. Then in this situation certain people wanted to change the society, so they were called as reformers. ഈ കാലഘട്ടത്തിൽ സമൂഹത്തിൽ മാറ്റങ്ങൾ വരുത്താൻ ആഗ്രഹിച്ചു. അവരെ നമ്മൾ എന്ത് വിളിക്കാം? റിഫോമേഴ്സ്. എക്സാമ്പിൾ രാജാറാം മോഹൻ റോയ്, ഈശ്വരചന്ദ്ര വിദ്യാസാഗർ, ദെൻ സ്വാമി ദയാനന്ദ സരസ്വതി എക്സെട്ര അല്ലേ? ഇവരെല്ലാം നമുക്ക് എന്ത് വിളിക്കാം? റിഫോമേഴ്സ്. Then reformers like Rajaram Mohan Roy, then what he do? And Rajaram Mohan Roy who founded an association that is called first Brahma Sabha. They had an association Sangadana to change the society. See, he founded a organization called Brahma Sabha at the earlier time. Then later it was called as a Brahma Samaj. Then and people such as Ram Mohan Roy was described as reformers because they felt changes when necessary in society. Unjust practices needed to be done with. അതായത് അദ്ദേഹം സൊസൈറ്റിയിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ ആഗ്രഹിച്ചു. അതുകൊണ്ട് അദ്ദേഹത്തെ എന്ത് വിളിക്കാം? റിഫോമർ. He persuaded the people to give up old practices and adopt a new way of life. അതുകൊണ്ട് പഴയ ചിന്താഗതികളെല്ലാം മാറ്റി പുതിയ കാര്യങ്ങൾ സമൂഹത്തിൽ ഉണ്ടാക്കുക എന്നായിരുന്നു അദ്ദേഹം ജനങ്ങളോട് ആഹ്വാനം ചെയ്തത്. രാംമോഹൻ റോയ് was keen to spread the knowledge of Western education in the country and bring about a greater freedom and equality for women. That is, he worked for women and he wanted to make the society equal status. And he wrote about the way women were forced to bear burden of a domestic work and confined to the home and kitchen and did not allow to move out and become educated. At that time, women were not allowed to enter or to came into the society and work. They did not allow. Women were always in the kitchen and work for the members of the family. That was the system that existed at the time of Rajaram Mohan Roy. Then he began a campaign against the practice of sati. He was worked against the reform of sati. And Ram Mohan Roy was well versed in Sanskrit, Persian and other European languages also. So he was called a linguist. He knows so many languages. And many British officials had also begun to criticize Indian traditions and customs. And they were therefore more than willing to listen to Ram Mohan Roy and was reputed to a learned man. So British did not like the practice that existed in the Indian society. That is why British liked Ram Mohan Roy, because he was against the old practices. That's why. So in 1829 sati was banned with the help of Britishers. അങ്ങനെ 1829 സതി അബോളിഷ് ചെയ്തു എന്ന് പറഞ്ഞാൽ സതി ഇന്ത്യൻ സൊസൈറ്റിയിൽ നിന്ന് മാറ്റിമറിച്ചു അല്ലെങ്കിൽ ഇല്ലാതാക്കി. Then another reformers was Ishwar Chandra Vidyasagar. Okay, can you see this picture? Ram Mohan Roy. Then next reformer, that is Ishwar Chandra Vidyasagar. He was against. Can you see this picture? Okay. And he allowed the widows to be remarried. And his suggestion was adopted by British officials, and the law was passed in 1856 permitting widow remarriage. He worked for the widows, and he was allowed the women to get married after their husband was died. Then in 1856, and he permitting the widows remarriage act was passed with the help of British. The second half of the 19th century, the movement favored the widow remarriage spread to other parts of the country, and Veerasalingam Pandalu formed an association for widow remarriage. അതായത് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ വിഡോസ് റീമാരേജിന് വേണ്ടി പ്രയത്നിച്ചു. അതിന് ആകർഷകനായി വീരസലിംഗം പന്തലു, ദാറ്റ് ഈസ് എ തെലുങ്ക്, he was also found an association for the remarriage of widows.
In the north, Swami Dayananda Saraswati founded an association, that is Arya Samaj. That is also support for these widows and girls to be getting school. Many of the reformers felt the education for girls and was necessary in order to improve the condition for women. അപ്പോൾ ഈ reformers എല്ലാം എന്തിനു വേണ്ടി പ്രയത്നിച്ചു? They wanted to educate the girls. Then only we want to improve the society. അതായത് ഗേൾസിന് വിദ്യാഭ്യാസം കിട്ടിയാലേ നമ്മുടെ സൊസൈറ്റിയെ ഡെവലപ്പ് ചെയ്യാൻ പറ്റൂ എന്നുള്ളതായിരുന്നു ഈ റിഫോമേഴ്സിൻ്റെ എല്ലാം കൺക്ലൂഷൻ. ആസ് എ റിസൾട്ട് ദേ വർക്ക് ഫോർ ദ ഇംപ്രൂവ്മെൻറ്റ് ഓഫ് ദി കണ്ടീഷൻസ് ഓഫ് വിമൻ. Today's class is over. You read this lesson. What are the states of girls in nowadays and situation of girls in 200 years? You compared both situations and what are the reformers, important reforms they came into the society. You studied it well. Okay, thank you.